ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. സ്വിസ് ബ്യൂട്ടി എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ഹൈഡ്ര ഐ സിറം പാച്ച്. ഇത് വൈറ്റമിൻ സി വേരിയൻ്റ് ആണ്. ഇതിൽ 2 വേരിയൻറ്റും കൂടെ അവൈലബിൾ ആണ്. ഒരെണ്ണം അലോവേരയാണ്, അടുത്തത് കോഫി. കാര്യം ഞാനിത് വാങ്ങിച്ചപ്പം ഇതിന് ലെസ് ദാൻ 300 റുപ്പീസ് എനിക്ക് സ്പെൻഡ് ആയുള്ളൂ. ഇതിൽ 60 പീസസ് അവൈലബിൾ ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് 349 റുപ്പീസാണ്. നൈക്കയിൽ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ആമസോണിൽ 279 റുപ്പീസിന് ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ 60 പീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ബ്രാൻഡ് പറയുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പഫിനെസ് കുറയ്ക്കും, അണ്ടർ ഐ ബാഗ്സ് കുറയ്ക്കും, ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യും, അണ്ടർ ഐ ഏരിയ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസിൽ വരെ അതിൻ്റെ എഫക്റ്റ് വരും, അത് കുറയുമെന്നാണ് പറയുന്നത്. 349 റുപ്പീസിന് ഇത്രയൊക്കെ ചെയ്യുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഞാനിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാനിതിപ്പോൾ വാങ്ങിയതേ ഉള്ളൂ. ഞാൻ ഇന്നാണിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൂളിംഗ് എഫക്റ്റ് ആണ് തരുന്നത്. എനിക്കിത് അത്ര യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പാടുപെട്ടു ഇത് യൂസ് ചെയ്യാൻ. ഇതൊന്ന് കണ്ണിൻ്റെ അടിയിലൊന്ന് ഫിക്സ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്കും വെക്കുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. മേ ബി വൈറ്റമിൻ സി ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം. എനിക്ക് വൈറ്റമിൻ സി ഓൾറെഡി അലർജിയാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് കണ്ണിൻ്റെ അടിയിൽ ഒരു ചെറിയ ഒരു ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ലാസ്റ്റഡ് ഫോർ ഓൺലി അബൌട്ട് 10-15 സെക്കൻഡ്സ്. അത്രയൊന്നും എടുത്തില്ല, 10 സെക്കൻഡ്സ് മാക്സിമം. അത്രയും നേരം ഒരു ബേണിംഗ് സെൻസേഷൻ പോലെ ഫീൽ ചെയ്തു. അത് ഞാൻ കണ്ണൊക്കെ ഇങ്ങനെ എപ്പോഴും തിരുമുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കിവിടെ എപ്പോഴും ഇങ്ങനെ ചെറിയ സ്ക്രാച്ചൊക്കെ വീഴുന്ന ഒരാളാണ്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഒരു 10 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് മാറി. ബ്രാൻഡ് പറയുന്ന ഒരു 15 to 20 മിനിറ്റ്സ് ഇത് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു. അപ്പോൾ എനിക്കൊരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് വന്നോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇല്ല. കാരണം ഏത് പ്രോഡക്റ്റും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു കണ്ണിനൊരു റിലാക്സേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാനിത് കുറച്ച് നാളും കൂടെ യൂസ് ചെയ്തിട്ട് ഇത്തിരി കൂടി ഇലാബറേറ്റ് ആയിട്ടൊരു റിവ്യൂ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഫോർ ദ ടൈം ബീങ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ റേറ്റിന് ഇത് വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മേ ബി ഞാനിനി ചിലപ്പോൾ അതിൻ്റെ അലോവേരയും കോഫി വേരിയൻ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടും ഞാൻ നിങ്ങളോട് പറയാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 349 റുപ്പീസാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ചപ്പം നൈക്ക വഴിയാണ് വാങ്ങിച്ചത്. അന്ന് എനിക്ക് ലെസ് ദാൻ 300, എനിക്കൊന്ന് 260 അത്ര ഇങ്ങോട്ട് ആയുള്ളൂ. ഇപ്പം ആമസോണിൽ അവൈലബിൾ ആണ് 279 റുപ്പീസിന്. നൈക്കയിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിച്ചത്. മറ്റേ 2 വേരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. യൂസ് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ പോലെ നമ്മുടെ പോക്കറ്റിന് വലിയ ഭാരമാവാതെ ഒരു അണ്ടർ ഐ പാച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് ദിസ് പ്രോഡക്റ്റ്. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.